Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Find the inverse Laplace transform of first question 2s plus 1 by s square plus 2s plus 5. The second question e raised to minus s by s square plus 2s plus 1. ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഒന്നാമത്തെ പ്രോബ്ലം ഈ വീഡിയോയിൽ ചെയ്യാം, രണ്ടാമത്തെ പ്രോബ്ലം അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ പ്രോബ്ലം പറയുന്നത് എന്താണ്? 2s plus 1 by s square plus 2s plus 5 എന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാവുന്ന വിധത്തിലേക്ക് ഒന്ന് കൺവെർട്ട് ചെയ്യണം. ഈ ഫംഗ്ഷനെ ഒന്ന് കൺവെർട്ട് ചെയ്യണം. അത് കൺവെർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് 2s plus 1 divided by s square plus 2s plus 5. This is equal to 2s plus 1 divided by ഈ ഡിനോമിനേറ്ററിലുള്ള s square plus 2s plus 5 നമുക്ക് എങ്ങനെ ചെയ്യണം? ഈ s square plus 2s ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ എന്താണ് ഒരു കുറവുള്ള ഇവിടെ? s square plus 2s plus 1 ഒരു 1 കുറവുണ്ട്. ഒരു 1 കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് എന്ത് എഴുതാം? s plus 1 ഹോൾ സ്ക്വയർ എഴുതാം. അപ്പോൾ ഒരു -1 ഇവിടെ കൊടുത്തു, ഇവിടെ +5. അപ്പോൾ ഡിനോമിനേറ്ററിൽ s square plus 2s നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 1 ആഡ് ചെയ്തു, ഒരു 1 സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് s square plus 2s plus 1 minus 1 plus 5. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ന്യൂമറേറ്ററിൽ ഇവിടെ നമുക്ക് s square plus 2s plus 1 എന്നുള്ള എന്തായിട്ട് മാറും? s plus 1 the whole square ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ s എന്നുള്ളത് s plus ആകണം. അതിന് എന്ത് ചെയ്യണം? 2 into s plus 1 minus 1. ഇവിടെ ഈ s നെ s plus 1 ആണ്. ഇവിടെ താഴെ നോക്കിയേ s square plus 2s plus 1 എന്തായിട്ട് മാറും? s plus 1 the whole square. s plus 1 whole square എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടേം എന്താണ്? s square plus 2s plus 1. പിന്നെ -1 plus 5 വരുമ്പോൾ ഇവിടെ എന്ത് വരും? -1 plus 5 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 2 into s plus 1 minus 1. ഇനി ഇവിടെ ഒരു +1 ഉണ്ട്, ആ +1 ഇട്ട് ചേർത്ത്. ഇനി നോക്കാം 2 into s plus 1 minus 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ +1 divided by s plus 1 whole square plus 2 square. അടുത്ത സ്റ്റേജിലോട്ട് നീങ്ങുമ്പോൾ രണ്ടായിട്ട് തിരിക്കുകയാണ് നമ്മൾ. രണ്ടായിട്ട് തിരിക്കുമ്പോൾ 2 into s plus 1 divided by s plus 1 whole square plus 2 square. ഇവിടെ -2 + 1 എന്ന് പറയുമ്പോൾ -1 by s plus 1 whole square plus 2 square. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാവുന്ന വിധത്തിലേക്ക് നമ്മൾ ഇതിനെ കൺവെർട്ട് ചെയ്തു. അങ്ങനെ കൺവെർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 into s plus 1 divided by s plus 1 whole square plus 4 minus 1 by s plus 1 whole square plus 2 square. ഇനി നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നതിന് ഒന്നാമത്തെ കേസിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. L of cos at എന്താണ്? cos at s by s square plus s square എന്നാണ്. അപ്പോൾ L of e raised to L of cos bt എടുക്കുക. L of cos bt എന്ന് പറഞ്ഞാൽ s square plus b square ആണെങ്കിൽ L of e raised to minus at cos at എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? s plus a divided by s plus a whole square plus b square by using first shifting property. First shifting property ഉപയോഗിച്ചിട്ട് L of e raised to minus at cos at എന്നുള്ളത് s plus a by s plus a whole square plus b square. Therefore L inverse s plus a by s plus a whole square plus b square എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? e raised to minus at cos at. ഇവിടെ നോക്കാം, ഇവിടെ ആ ഫോമിലാണ് 2 into s plus 1 by s plus 1 whole square plus 2 square. ഈ 2 നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഇവിടെ s plus 1 by s plus 1 whole square plus 2 square അതിന്റെ ഇൻവേഴ്സ് എടുക്കുക. ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? e raised to minus t cos 2t. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ ഇതുപോലെ കൺവെർട്ട് ചെയ്തു. ഇനി അതിന്റെ ഇൻവേഴ്സ് എടുക്കാൻ പോവാം. Therefore that is L inverse ഇവിടെ ഈ 2 എന്നുള്ള പുറത്തേക്ക് എഴുതുമ്പോൾ 2 into s plus 1 divided by s plus 1 divided by s plus 1 whole square plus 2 square minus L inverse 1 by s plus 1 whole square plus 2 square.
തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് അപ്ലൈ ചെയ്യാവുന്ന വിധത്തിലേക്ക് കൺവെർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് എഴുതി? ഇവിടെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ 2 into L inverse s plus 1 by s plus 1 whole square plus 2 square. ഇത് നമുക്ക് ഈ ഫോർമുല കൊടുക്കാം. ഇത് രണ്ടാമത്തെ കേസ് നോക്കാം. L of sin 80 എന്ന് പറഞ്ഞാൽ എന്താണ്? L of sin 80 എന്ന് പറഞ്ഞാൽ a by s square plus a square ആണ്. L of e raised to L of sin bt എടുക്കാം. L of sin bt. L of sin bt. ഈ L of e raised to minus 80 sin bt എന്താണ്? sin bt എന്ന് പറഞ്ഞാൽ b by s plus a whole square plus b square. ഒന്ന് a ഒന്ന് b എടുത്തു. ഇനി therefore L inverse 1 by s plus a whole square plus b square എന്ന് പറഞ്ഞാൽ 1 by b e raised to minus 80 sin bt. അപ്പൊ ഈ ഒരു ഫോർമുലയും നമുക്ക് അപ്ലൈ ചെയ്യാം. ഒന്നാമത്തെ ഫോർമുല എന്താണ്? L inverse s plus a by s plus a whole square plus b square എന്ന് പറഞ്ഞാൽ e raised to minus 80 cos 80. അതുപോലെ L of sin bt എന്ന് പറഞ്ഞാൽ എന്താണ്? b by s square plus b square. b by s square plus b square. അപ്പൊ e raised to minus 80 sin bt എന്തായിരിക്കും? b by s plus a whole square plus b square. Therefore L inverse 1 by s plus a whole square plus b square എന്തായിരിക്കും? 1 by b e raised to minus 80 sin bt. ആ രണ്ട് ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എന്ത് കിട്ടും? 2 into ഒന്നാമത്തെ ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇവിടെ a യുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? 2 into e raised to minus t cos 2t. ഉണ്ടാവും. e raised to ഇവിടെ b. അപ്പോൾ 2 into e raised to minus t cos 2t minus ഇവിടെ എന്താണ്? ഇവിടെ 1 by 2. 2 ന്റെ സ്ഥാനത്ത് b യുടെ സ്ഥാനത്ത് 2 ആണ്. 1 by 2 e raised to minus t sin 2t. 1 by 2 e raised to minus t sin 2 sin t. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തത്? തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ ആദ്യം ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാവുന്ന വിധത്തിലേക്ക് ഒന്ന് കൺവെർട്ട് ചെയ്തു, ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തു. അങ്ങനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്തത്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ 2s plus 1 by s square plus 2s plus 5 ആണ്. ഈ താഴെയുള്ള s square plus 2s നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി കൺവെർട്ട് ചെയ്യണം. അപ്പൊ s square plus 2s a plus b whole square എന്ന് പറഞ്ഞാൽ എന്താണ്? s square plus 2ab plus b square. അപ്പൊ a square എന്നുള്ള ടേം ഉണ്ട്, 2ab എന്നുള്ള ടേം ഉണ്ട്. ഇല്ലാത്ത ടേം ഏതാണ്? b square ആണ്. ഇവിടെ s square ഉണ്ട്, 2s ഉണ്ട്. ഇല്ലാത്ത ടേം ഏതാണ്? b square എന്ന ടേം ഇല്ല. ഇവിടെ നമുക്ക് b square ടേം എന്ത് വരണം? 1 വരണം. ഒരു 1 ആഡ് ചെയ്തു, ഒരു 1 സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഈ s square plus 2s plus 1 നെ എങ്ങനെ എഴുതാം? s plus 1 the whole square എന്ന് എഴുതാം. അപ്പൊ ഈ ഒരു 1 കൂടെ ആഡ് ചെയ്തുകൊണ്ട് 1 സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പൊ -1 plus 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1. ഇവിടെ താഴെ നമുക്ക് -1 plus 5 എന്ന് പറഞ്ഞാൽ 4 കിട്ടും കേട്ടോ. ഇവിടെ -1 plus 5 എന്ന് പറഞ്ഞാൽ 4. ഇനി അപ്പൊ അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്തു? s square plus 2s plus 1 നെ s plus 1 whole square plus 4 എന്ന് എഴുതിയപ്പോ ഈ താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിൽ കിടക്കുന്ന s plus 1 ന്റെ ഫോമിലോട്ട് മുകളിലുള്ള s നെ മാറ്റണം. ഇപ്പൊ ഈ s നെയും s plus 1 ആക്കി മാറ്റാനായിട്ട് ഈ 2s ല് നമ്മൾ എന്ത് ചെയ്തു? 2 into s plus 1 minus 1. ഒരു 1 ആഡ് ചെയ്തു, ഒരു 1 സബ്സ്ട്രാക്ട് ചെയ്തു. ഒരു 1 ആഡ് ചെയ്തു, ഒരു 1 സബ്സ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ 2 into s plus 1 minus 1 plus 1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 2s plus 1 തന്നെ. ഇനി അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്തു? ഈ 2 into s plus 1 ഈ 2 കൊണ്ട് ഗുണിച്ച് -2 plus 1. ഇനി രണ്ടായിട്ട് തിരിക്കുമ്പോൾ 2 into s plus 1 by s plus 1 whole square plus 2 square. ഇവിടെ -2 plus 1 കൂട്ടുമ്പോൾ -1 ആണ്. അപ്പോൾ -1 by s plus 1 whole square plus 2 square. ഈ ഫോമിൽ കിട്ടി. ഈ ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് അപ്ലൈ ചെയ്യാം. ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്? L of cos 80 എന്ന് പറഞ്ഞാൽ എന്താ? L of cos bt എന്ന് പറഞ്ഞാൽ എന്താണ്? s by s square plus b square ആണ്. അപ്പോ e raised to -80 cos bt എന്തായിരിക്കും? L of e raised to -80 cos bt എന്തായിരിക്കും? s plus a divided by s plus a whole square plus b square by using first shifting property. If L of f of t equal f bar s ആണെങ്കിൽ L of e raised to -80 f bar f of t is equal to f bar s plus a. ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ s is replaced by s plus a. ഇനി അതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴോ L inverse s plus a by s plus a whole square plus b square എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to -80 cos bt. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇനി രണ്ടാമത്തെ റിസൾട്ട് കിട്ടുന്ന എന്ത് ചെയ്യണം? L of sin bt എന്ന് പറഞ്ഞാൽ എന്താണ്?
ബി ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എൽ ഓഫ് ഇ റേഷ്യോ മൈനസ് എ ടി സൈൻ ബി ടി എന്തായിരിക്കും? ബൈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ബി ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. Therefore, L inverse 1 by s plus a whole square plus b square എന്തായിരിക്കും? 1 by b e raised to minus at sin bt. അപ്പൊ ഈ രണ്ട് ഫോർമുല ഉപയോഗിച്ചാൽ ഈ ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് ഇത് ആൻസർ ആയി. Therefore, ഇതിന്റെ ഇൻവേഴ്സ് എഴുതാൻ പോവാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ കൺവെർട്ട് ചെയ്തതിനു ശേഷം ഒന്നാമത്തെ ഇൻവേഴ്സ് എടുക്കുന്നു 2 into 2 കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്നു 2 into L inverse s plus 1 by s plus 1 whole square plus 2 square minus L inverse 1 by s plus 1 whole square plus 2 square. ഇനി ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എയുടെ സ്ഥാനത്ത് എന്താണ്? 1 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ e raised to minus at cos bt എന്നാണ്. അപ്പൊ എല്ലോ 2 into e raised to minus t, b യുടെ സ്ഥാനത്ത് എന്താണ്? t cos 2t. അപ്പൊ 2 into e raised to minus t cos 2t. രണ്ടാമത്തെ കേസിൽ 1 by b e raised to minus at sin bt ആണ്. എയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. ബിയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. അപ്പൊ മൈനസ് 1 by 2 e raised to minus t sin 2t. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക. ഇത് എന്ന് ചോദിച്ചതാണ് ഈ മെയ് 2024 ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടി 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചെയ്തത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോർമുലയൊക്കെ ആ സമയത്ത് നിങ്ങൾ എഴുതി ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി. അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഈ ഫോർമുലയെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട. ഈ ഫോർമുലയൊക്കെ നമ്മൾ ഈ പ്രോബ്ലത്തിന്റെ ആവശ്യം വരുമ്പോൾ നിങ്ങൾ സൈഡിൽ എഴുതി ആ ഫോർമുല ഡെവലപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഫോർമുലയിൽ നോക്കി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ആ ഫോർമുലയുടെ രൂപത്തിലോട്ട് മാറാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഫംഗ്ഷനെ നിങ്ങളൊന്ന് റീ അറേഞ്ച് ചെയ്യണം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ആ റീ അറേഞ്ച് ചെയ്യാന്നുള്ളത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാവുന്ന വിധത്തിലേക്ക് കൺവെർട്ട് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ വർക്ക്. ആ വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, എല്ലാവരും എഴുതി പഠിക്കുക, ചെയ്ത് പഠിക്കുക. ഈ ഫോർമുല ഇങ്ങനെയുള്ള ഫോർമുലാസ് ഒക്കെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ എഴുതി ഡെവലപ്പ് ചെയ്ത് ആ ഫോർമുല അപ്ലൈ ചെയ്യും കേട്ടോ. ഓക്കെ, 8 സ്റ്റാൻഡേർഡ് റിസൾട്ടും പ്രോപ്പർട്ടീസുമാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ പഠിക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ആ സമയത്ത് ഡെവലപ്പ് ചെയ്യാവുന്നുള്ളൂ. ഈ 8 ഫോർമുലയും പ്രോപ്പർട്ടിയും ഉപയോഗിച്ച് ആ സമയത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ, ശരി.